നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. UGC നെറ്റ് ചോദ്യപേപ്പർ ചോർന്നതിന് തെളിവില്ല എന്ന് വ്യക്തമാക്കി CBI. എന്നാൽ അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടി വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നും CBI തുറന്നു പറഞ്ഞു. നേരത്തെ നെറ്റ് ചോദ്യപേപ്പർ ചോർന്നുവെന്ന അഭ്യൂഹം പരന്നതിനു ശേഷം നെറ്റ് പരീക്ഷ കേന്ദ്ര സർക്കാർ അസാധുവാക്കി പ്രഖ്യാപിച്ചിരുന്നു. നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ അടക്കം ലഭ്യമാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പരന്നത്. എന്നാൽ ടെലിഗ്രാമിൽ പ്രചരിച്ചത് പരീക്ഷയ്ക്ക് ശേഷം പകർത്തിയ ചോദ്യപേപ്പർ ആണ് എന്നും ചോർന്നത് എന്ന് വരുത്തി തീർക്കാൻ ഒരു സംഘം ശ്രമിച്ചതായും CBI കണ്ടെത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവത്തിൽ CBI ഉടൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും. ജൂൺ 23-നാണ് CBI ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ഏറ്റെടുത്തത്. UGC നെറ്റിന്റെ ആദ്യ സെക്ഷനിൽ പങ്കെടുത്ത വിദ്യാർത്ഥി വഴിയാണ് ചോദ്യപേപ്പർ ടെലിഗ്രാം ചാനലിന്റെ അഡ്മിന് ലഭിച്ചത്. ഈ ചോദ്യപേപ്പർ തങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ച ഇവർ ഭാവിയിൽ പണം സമ്പാദിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. അതായത് അടിസ്ഥാനപരമായി ഒരു ടെലിഗ്രാം ചാനൽ നടത്തിയ ഒരു തട്ടിപ്പാണിത്. പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പേപ്പർ ചോർന്നുവെന്നും പണത്തിന് ലഭ്യമാകുന്നത് അവർ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എക്സാം കഴിഞ്ഞ് പേപ്പറിന്റെ ആദ്യ സെക്ഷൻ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ചോദ്യപേപ്പറിന്റെ ഫോട്ടോ ഒരു വിദ്യാർത്ഥി മുഖേന സംഘടിപ്പിക്കുകയും അതിൽ കൃത്രിമത്വം നടത്തി പരീക്ഷയ്ക്ക് മുൻപേ തന്നെ ചോദ്യപേപ്പർ ഞങ്ങളുടെ കയ്യിൽ കിട്ടി തോന്നിപ്പിക്കുന്ന വിധത്തിനായി ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തു. സർക്കാർ വൃത്തങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ജൂൺ 18-നാണ് ചോദ്യപേപ്പർ ചോർന്നതെന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകൾ ടെലഗ്രാമിൽ പ്രചരിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഇന്ത്യൻ സൈബർ ക്രൈം കോഓർഡിനേഷൻ സെന്ററിന് കീഴിലെ നാഷണൽ സൈബർ ക്രൈം ത്രെറ്റ് അനലറ്റിക്സ് യൂണിറ്റാണ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്ന സൂചനകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറിയത്. ഇതേ തുടർന്ന് പരീക്ഷ റദ്ദാക്കൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. 11.21 ലക്ഷം വിദ്യാർത്ഥികളാണ് 12,005 കേന്ദ്രങ്ങളിലായി നടത്തിയ പരീക്ഷ എഴുതിയത്. നെറ്റ് യോഗ്യത ഇത്തവണ മുതൽ PhD പ്രവേശനത്തിന് പരിഗണിക്കുമെന്നതിനാൽ പരീക്ഷയ്ക്ക് പ്രാധാന്യമേറിയിരുന്നു. ഓൺലൈനായിരുന്ന പരീക്ഷ ഇത്തവണ ഓഫ്ലൈനായാണ് NTA നടത്തിയത്. UGC നെറ്റ് കേസിൽ CBI ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പേപ്പർ ചോർച്ചയുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ട ടെലഗ്രാം ചാനലിൽ കൈമാറിയ സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടിന്റെയും ഡിജിറ്റൽ ട്രയലിന്റെയും വിശകലനത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തന രീതി മനസ്സിലാക്കിയത്. എന്നാൽ തുടർച്ചയായി കേന്ദ്ര സർക്കാരിന്റെ പ്രതിച്ഛായ നശിപ്പിക്കാവുന്ന ശ്രമങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി ഉയരുന്നുണ്ട്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന നിലയിൽ രഹസ്യ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപ് BJP ഭരണഘടന തിരുത്തി എഴുതാൻ പോവുകയാണ് എന്ന തരത്തിൽ വലിയ പ്രചരണം നടത്തിയിരുന്നു. സമാനമായി രാജ്യത്തെ അരക്ഷിത അവസ്ഥയിലേക്ക് തള്ളിയിടാനുള്ള രാജ്യവിരുദ്ധ ശക്തികളുടെ ഭാഗമാണോ ഈ നീക്കങ്ങൾ എന്നാണ് ഏജൻസികൾ അന്വേഷിക്കുന്നത്.